അതോടൊപ്പം തന്നെ ഈ ആഭാസത്തരം ഇസ്ലാമിക സമൂഹത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കാണുന്ന 3 നിർദ്ദേശങ്ങൾ അത് ഹാരിസ് മദനിക്ക് മുന്നിലും സമസ്ത നേതൃത്വത്തിന് മുന്നിലും അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതിയങ്ങാടി നേർച്ചയാണ്. ഇസ്ലാമിന്റെ പേരിൽ എന്തെല്ലാം ആഭാസത്തരങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഹാരിസ് മദനി ഇതിനെതിരെ ശക്തമായി കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. പുതിയങ്ങാടി നേർച്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വീഡിയോ പ്രചരിപ്പിക്കുന്നത്. എന്തെല്ലാം ആഭാസത്തരങ്ങൾ, എത്രമാത്രം തോന്നിയവാസങ്ങൾ. നമ്മുടെ തലമുറ അടിച്ചു പൊളിക്കുകയാണ്. പാട്ടും ഡാൻസും കൂത്തും പല വിധത്തിലുള്ള കോലങ്ങൾ കെട്ടിയും തുള്ളിയും ചാടിയും ആർമാദിച്ചും നമ്മുടെ തലമുറ ദുനിയാവിനോടുള്ള അഭിനിവേശവും ആവേശവും കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പുതിയങ്ങാടി നേർച്ച എന്ന പേരിൽ ഈ സമുദായത്തിലെ ആളുകൾ കാട്ടിക്കൂട്ടുന്ന, അള്ളാഹു വെറുക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ്. അത് കാണാൻ വേണ്ടി നമ്മുടെ സമുദായത്തിലെ ഉമ്മമാര്, സഹോദരിമാര് പാതിരാത്രി പോലും വഴിയരികിൽ വന്ന് കാത്തു നിൽക്കുകയാണ്. ഇത് അള്ളാഹു പൊരുത്തപ്പെടുമോ? ഈ ആഭാസത്തരത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്ന ഹാരിസ് മദനിക്ക് അഭിനന്ദനങ്ങൾ. അതോടൊപ്പം തന്നെ ഈ ആഭാസത്തരം ഇസ്ലാമിക സമൂഹത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ കാണുന്ന 3 നിർദ്ദേശങ്ങൾ അത് ഹാരിസ് മദനിക്ക് മുന്നിലും സമസ്ത നേതൃത്വത്തിന് മുന്നിലും അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആ 3 നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് ചില വീഡിയോകൾ കൂടി കണ്ടുവരാം. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭീമാപ്പള്ളി നേർച്ചയാണ്. അവിടെയും ഇത്തരത്തിലുള്ള ആഭാസത്തരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തോ കൊടിയെയൊക്കെ പൂജിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതോടൊപ്പം തന്നെ തലയിൽ കുടം ചുമന്നു പോകുന്ന ഉമ്മമാര് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. എന്തെല്ലാമോ പരിപാടികൾ, നമുക്ക് ഇസ്ലാമിക സമൂഹത്തിന് പരിചയമില്ലാത്ത, പ്രവാചകൻ നമുക്ക് മുന്നിൽ പഠിപ്പിക്കാത്ത എന്തെല്ലാം കാര്യങ്ങളാണ് ഭീമാപ്പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ കണ്ടുവരുന്നതാണ് കൂണുകൾ പോലെ മുളച്ചു വരുന്ന പുതിയ ഇസ്ലാമിൻ്റെ പേരിലുള്ള തട്ടിപ്പ് പ്രസ്ഥാനങ്ങൾ. അതിലെ ഒരാളാണ് ഈ പറയുന്ന ആറ്റക്കോയ തങ്ങൾ എന്ന് പറയുന്ന ഇദ്ദേഹം. വന്നിട്ട് ടോക്കൻ അറിയാതെ കുറെ ആളുകൾ വന്നിട്ട് എന്താ ചെയ്യും. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാ സ്ഥലവും നമ്മളെ മാത്രം നമ്മൾ 250-300 അടുത്ത് ആളെടുക്കുന്നുണ്ട്. കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡ് നിന്നൊക്കെ വന്നിട്ട് സംസാരിക്കാൻ കഴിയാതെ വിഷമിച്ച് പോകുന്നുണ്ട്. അപ്പൊ നമ്മളൊരാൾക്ക് 2 മിനിറ്റ് നമ്മളൊരാൾക്ക് അനുവദിക്കുന്നുണ്ട് ഇവിടെ നമ്മളൊന്ന് കാണാൻ. അത്രയ്ക്ക് അറിയാത്തവർക്ക്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നത് ഫോൺ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരണം. ഇദ്ദേഹം ഇപ്പോൾ ടോക്കൺ വെച്ചിരിക്കുകയാണ്. ആളുകളുടെ എണ്ണം വർദ്ധിച്ചത് കൊണ്ട് തന്നെ ഇദ്ദേഹം ടോക്കൺ വെച്ചിരിക്കുകയാണ്. 250-300 പേർക്കാണ് ഒരു ദിവസം ഇദ്ദേഹത്തെ കാണാൻ സാധിക്കുക. അതും 2 മിനിറ്റ് സമയമാണ് ഇദ്ദേഹം അവർക്ക് എല്ലാവർക്കും അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിരവധി ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം തുടങ്ങിയ ആ ഒരു ഇസ്ലാമിൻ്റെ പേരിലുള്ള കച്ചവടം വിജയമാണ് എന്ന് കണ്ടതോടുകൂടി വേറൊരാൾ കൂടി ഈ ഒരു കച്ചവടത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് ഇദ്ദേഹത്തിൻ്റെ അനിയനാണ്. സയ്യിദ് ആമിദ് തങ്ങൾ ഏട്ടന് ഞാൻ 3ാമത്തെ ആളാണ്, 4ാമത്തെ ആൾ മുസ്തഫ, 5ാമത്തെ ആള് ഷഫീൽ തങ്ങളാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പുതുവാശിയാണ്. ഇപ്പം മജ്ലിസിൽ കൂടേണ്ടവരൊക്കെ കൂടെ. അതുപോലെ തന്നെ എല്ലാവരും എൻ്റെ വസിയത്താണ്, ഒരാളും ഒഴിവാക്കാതെ ഈ ലിങ്ക് എടുത്തിട്ട് എന്ത് ചെയ്യുക, സ്റ്റാറ്റസ് വെക്കുക. അപ്പോൾ കുറേ ആൾക്കാർ കാണും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അവരൊക്കെ ഇതിൽ പങ്കെടുക്കട്ടെ. ദുആ ചെയ്യണം. ആമീൻ. അൽഹംദുലില്ലാഹ്. അങ്ങനെ ജ്യേഷ്ഠൻ്റെ കച്ചവടം വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ അനിയനും ഒരു പൂതി ഈ ഒരു കച്ചവടത്തിലേക്ക് വരാൻ. അദ്ദേഹം ഇപ്പോൾ പ്രാരംഭഘട്ടത്തിലാണ്. വിജയാശംസകൾ നേരേണ്ട കാര്യമൊന്നുമില്ല, വിജയിക്കുമെന്നത് ഉറപ്പാണ്. അതിന് മാത്രമുള്ള ജനങ്ങൾ പുറത്തുണ്ട്, വിഡ്ഢികളായ കുറേ ജനങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് സുഖമായിട്ട് വിജയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെയുള്ളതാണ് നിരവധി ത്വരീക്കത്ത് പ്രസ്ഥാനങ്ങൾ. ഞാനുള്ളത് ആലുവയിലാണ്. നമുക്കറിയാം ആലുവ ത്വരീക്കത്ത് എന്ന് പറയുന്നത്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ലൂണയിൽ അത്തറും ബുക്കുകളൊക്കെ വിറ്റു നടന്നിരുന്ന ഒരു വ്യക്തി, സുൽത്താൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം കുറച്ച് നാൾ നാട്ടിലുണ്ടായിരുന്നു. പിന്നീട് തിരിച്ചു വരുന്നത് ഞാൻ ഔലിയാക്കളുടെ നേതാവാണ് എന്ന് പറഞ്ഞ് തിരിച്ചു വരികയും ഒരു ത്വരീക്കത്ത് പ്രസ്ഥാനം ആരംഭിക്കുകയും ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ പുറകെ കൂടുകയും അങ്ങനെ ഒരു വലിയ പ്രസ്ഥാനമായിക്കൊണ്ട് അദ്ദേഹം മാറി. പിന്നീട് അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ ഔലിയാക്കളുടെ നേതാവ്. ആ ഒരു പട്ടം പിതാവ് മകന് കൊടുത്തിട്ടാണ് മരിച്ചു പോയത് എന്നാണ് പറയുന്നത്. അത് വിശ്വസിക്കാനും കുറേ ആളുകളുണ്ട്. എല്ലാ മാസവും അവിടെ നടക്കുന്ന സ്വലാത്ത് മജ്ലിസിൽ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് നിന്നൊക്കെ നിരവധി ആളുകളാണ് ബസ് പിടിച്ച് വരുന്നത്. അപ്പോൾ ഇതും വിജയകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ കാണിച്ചത് പുതിയങ്ങാടി നേർച്ച കാണിച്ചു, ഭീമാപ്പള്ളി നേർച്ച കാണിച്ചു, അതുപോലെ തന്നെ ആറ്റക്കോയത്തങ്ങൾ പോലെയുള്ള അത്തരത്തിലുള്ള തട്ടിപ്പ് പ്രസ്ഥാനങ്ങൾ, ആലുവ ത്വരീക്കത്ത് പോലെയുള്ള അത്തരം തട്ടിപ്പ് പ്രസ്ഥാനങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു. ഹാരിസ് മദനി ഉസ്താദ് അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്, സമസ്ത നേതൃത്വം ഇത്തരത്തിലുള്ള ജാറങ്ങളെയും മക്ബറുകളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം സമസ്തക്കല്ല, ഈ മക്ബറുകൾ കൈകാര്യം ചെയ്യുന്ന കമ്മിറ്റിക്കാരാണ് ഈ തോന്നിവാസങ്ങളെല്ലാം നടത്തുന്നത്. അവർ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി കമ്മിറ്റിക്കാർ ചെയ്യുന്ന തോന്നിവാസങ്ങളാണ് എന്നാണ് ഹാരിസ് മദനി ഉസ്താദ് പറയുന്നത്. എനിക്ക് വളരെ ബഹുമാനത്തോടു കൂടി ഹാരിസ് മദനി ഉസ്താദിനോടും സമസ്ത നേതൃത്വത്തോടും ചോദിക്കാനുള്ളത്, ഇതെല്ലാം ചെയ്യുന്നത് തട്ടിപ്പുകാരാണ് എന്നത് സമ്മതിക്കുന്നു.
പണത്തിന് വേണ്ടിയിട്ട് ഏതോ കമ്മിറ്റിക്കാരാണ് ഇത്തരത്തിലുള്ള നേർച്ചകൾ സംഘടിപ്പിക്കുന്നത് എന്നത് സമ്മതിക്കുന്നു. ആറ്റക്കോയ തങ്ങളും അതുപോലെ തന്നെ ആലുവ സുൽത്താനും അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇത്തരം ത്വരീക്കത്ത് പ്രസ്ഥാനങ്ങളും അല്ലെങ്കിൽ തട്ടിപ്പ് പ്രസ്ഥാനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നത് അവർ പണം ആഗ്രഹിച്ചുകൊണ്ട് ഇസ്ലാമിനെ വിറ്റ് കാശാക്കുന്നതാണ് എന്നത് സമ്മതിച്ചു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ പറയുന്ന പുതിയങ്ങാടി നേർച്ചയിൽ കമ്മിറ്റിക്കാർ ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അവിടേക്ക് വരാൻ ഒരു വലിയ ജനക്കൂട്ടം ഉണ്ടായല്ലോ. ഭീമാപ്പള്ളി നേർച്ച, ആ കമ്മിറ്റിക്കാർ ഇത്തരം തോന്നിവാസങ്ങൾ സംഘടിപ്പിക്കുന്ന സമയത്ത് അവിടെയും തടിച്ചുകൂടാൻ ഒരു വലിയ മുസ്ലിം സമൂഹം അവിടെയുമുണ്ട്. ഈ പറയുന്ന ആറ്റക്കോയ തങ്ങൾ ഒരു തട്ടിപ്പ് പ്രസ്ഥാനം തുടങ്ങിയ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ടോക്കൺ എടുത്തുകൊണ്ട് കാണാൻ വേണ്ടി ക്യൂ നിൽക്കാൻ നിരവധി മുസ്ലിം സമൂഹത്തിൻ്റെ അകത്തുനിന്നും കുറേ ആളുകൾ ഉണ്ടായി വന്നിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ആലുവ സുൽത്താൻ തുടങ്ങിയ ഒരുപാട് ത്വരീക്കത്ത് പ്രസ്ഥാനങ്ങളുണ്ട്. എനിക്ക് എല്ലാം വിശദീകരിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ത്വരീക്കത്ത് പ്രസ്ഥാനങ്ങളിൽ അവിടെയും ചെല്ലാൻ നിരവധി ആളുകളുണ്ട്, അവിടെ കൊണ്ടുപോയി പണം കൊടുക്കാൻ നിരവധി ആളുകളുണ്ടല്ലോ. അപ്പോൾ സമസ്ത നേതൃത്വത്തിന് ഇത്തരത്തിലുള്ള കമ്മിറ്റിക്കാരുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് പ്രസ്ഥാനങ്ങളെ ആറ്റക്കോയെ പോലെയുള്ള സുൽത്താനെ പോലെയുള്ള അത്തരം വ്യക്തികളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുമായിരിക്കും. പക്ഷേ ഇവർ വിളിക്കുമ്പോൾ വരുന്ന ഒരു വലിയ ജനക്കൂട്ടമുണ്ടല്ലോ, ആ ജനക്കൂട്ടത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല. കാരണം ആ ജനക്കൂട്ടത്തെ അങ്ങനെ ആക്കിയത് നിങ്ങളാണ് അങ്ങനെ ആക്കിയത്. കാരണം ഇത്തരത്തിലുള്ള തട്ടിപ്പ് പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, ഇത്തരത്തിലുള്ള നേർച്ചകൾ സംഘടിപ്പിക്കുന്ന കമ്മിറ്റിക്കാർ അല്ലെങ്കിൽ ആറ്റക്കോയിലെ പോലെയുള്ള ഇസ്ലാമിനെ വിറ്റ് കാശാക്കുന്ന ഇത്തരം വ്യക്തികൾ ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്ന വലിയ ഒരു ജനക്കൂട്ടമുണ്ടല്ലോ. ആ ജനക്കൂട്ടത്തിൽ നമ്മൾ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും മുജാഹിദ് പ്രവർത്തകരെ നമ്മൾ അതിൽ കാണുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയിൽപ്പെട്ട ഒരു പ്രവർത്തകരെയും ഇത്തരത്തിലുള്ള നേർച്ച വഴിപാട് സ്ഥലങ്ങളിൽ നമ്മൾ കാണില്ല. ഇത്തരത്തിലുള്ള ആറ്റക്കോയ പോലെയുള്ള ഇത്തരത്തിൽ ത്വരീക്കത്ത് തട്ടിപ്പ് പ്രസ്ഥാനങ്ങൾ നടത്തുന്ന അത്തരം ആളുകളുടെ വലയിൽ ഇവരൊന്നും ചെന്ന് ചാടുന്നില്ല. ചെന്ന് ചാടുന്നത് ഒരൊറ്റ വിഭാഗത്തിൽപ്പെട്ട ആണല്ലോ ചെന്ന് ചാടുന്നത്. അപ്പോൾ ആ വിഭാഗത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും സമസ്ത നേതൃത്വത്തിന് കൈയൊഴിയാൻ സാധിക്കില്ല. 3 കാരണങ്ങൾ കൊണ്ട് നമ്മൾക്കത് തിരുത്താൻ സാധിക്കും. അതിലൊന്ന്, നമ്മൾ ഈ സമൂഹത്തെ, ഈ കൗമിനെ ഖുർആൻ പഠിപ്പിക്കുക എന്നതാണ്. നിങ്ങൾ ഈ ഖുർആൻ ഈ കൗമിൻ്റെ മുന്നിലേക്ക് കൊടുത്തുകൊണ്ട് എന്താണ് അവരോട് പറഞ്ഞത്? ഈ ഖുർആൻ എന്ന് പറയുന്നത് കൂലി കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു സാധനമാണ്. നിങ്ങൾ അറബിയിൽ ഇങ്ങനെ ഓതിയാൽ മതി, ഒരു അറഫിന് പോലും ഇത്രയും കൂലിയുണ്ട്. അതുകൊണ്ട് തന്നെ കൂലി കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു സാധനമാണ്. ഇതിൻ്റെ അർത്ഥമൊക്കെ പഠിക്കേണ്ടത് പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാർ ഇതിൻ്റെ അർത്ഥമൊക്കെ പഠിച്ചോളും, നിങ്ങൾക്ക് ഇതിൻ്റെ മീനിങ്ങോ അർത്ഥമൊന്നും പഠിക്കേണ്ട യാതൊരു ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞ് ഒരു കൂലി കിട്ടുന്ന ഒരു സാധനമായിക്കൊണ്ട് ഈ കൗമിൻ്റെ മുന്നിലേക്ക് നിങ്ങൾ ഈ ഖുർആനെ അവതരിപ്പിച്ചതാണ് നിങ്ങൾ ഈ കൗമിനോട് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറയുന്നത്. ആ ഖുർആനെ അവരറിഞ്ഞില്ല. ആ ഖുർആന്റെ അകത്ത് എന്താണ് എന്ന് ഈ കൗമിന് അറിയില്ല. ഞാൻ നമസ്കരിക്കുന്നതിന് വേണ്ടി സുന്നി പള്ളിയിലൊക്കെ കയറുന്ന സമയത്ത് അവിടെയൊക്കെ നോക്കും, ഇങ്ങനെ അവിടെ ഖുർആൻ ഇരിക്കുന്ന റാക്കിൽ നോക്കും, അവിടെ ഏതെങ്കിലും ഒരു തഫ്സീർ ഞാൻ പരിശോധിക്കും. ഒരൊറ്റ സുന്നി പള്ളിയിൽ പോലും എനിക്ക് ഖുർആന്റെ പരിഭാഷ എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ ഒരു അസുഖമായിക്കൊണ്ട് ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം അതിന് മരുന്ന് എഴുതി തരും. ഒരു പേപ്പറിൽ നമുക്ക് മരുന്ന് എഴുതി തരും. ആ മരുന്ന് നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ പോയി അത് വാങ്ങിച്ച് അത് കഴിച്ചാലല്ലേ നമ്മുടെ അസുഖം മാറുകയുള്ളൂ. അതല്ലാതെ ആ ഡോക്ടർ എഴുതി തന്ന പേപ്പർ ഇങ്ങനെ കാലത്തും ഉച്ചക്കും വൈകുന്നേരം 1 വീതം 3 നേരം വായിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ അസുഖം മാറുമോ? ആ മരുന്ന് കഴിക്കണം. അതുപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ ഇങ്ങനെ ഓതിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് എന്ത് മാറ്റമാണ്, നമ്മുടെ ജീവിതത്തിൽ എന്ത് സംസ്കരണമാണ് അതുണ്ടാക്കുന്നത്? ആ സംസ്കരണമില്ലായ്മയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് പ്രസ്ഥാനങ്ങൾ വിളിക്കുമ്പോഴേക്കും ഈ ജനതയൊക്കെ ചെല്ലാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. അവർ ഇത്തരത്തിൽ സംസ്കരിക്കപ്പെട്ടിട്ടില്ല എന്നതിൻ്റെ അടയാളമാണത്. ഖുർആൻ കൊണ്ട് അവർ സംസ്കരിക്കപ്പെട്ടിട്ടില്ല. അവർ കൂലിക്ക് വേണ്ടി മാത്രം ഓതുന്ന ഒന്നായി ഖുർആൻ മാറ്റിയിരിക്കുന്നു. രണ്ടാമത്തെ തിരുത്ത് വേണ്ടത്, ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളൊരു പരിപാടി സംഘടിപ്പിച്ച് കുറേ ജനങ്ങളെ അവിടെ വിളിച്ചു കൂട്ടണമെങ്കിൽ എന്തെല്ലാം നമ്മൾ ചെയ്യണം. നോട്ടീസ് അടിക്കണം, അനൗൺസ്മെൻറ്റ് വാഹനം പോകണം. ഇത്രയൊക്കെ ചെയ്താൽ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന ജനതയുടെ കുറച്ച് മാത്രമേ ആ പ്രോഗ്രാം കാണാൻ വരികയുള്ളൂ. ഒരു വഅ്ള് പരിപാടിയോ അല്ലെങ്കിൽ എന്ത് പരിപാടി സംഘടിപ്പിച്ചാലും അതിലേക്ക് ഒരാളെ കൂട്ടണമെങ്കിൽ നമ്മൾ എന്തോരം ബുദ്ധിമുട്ടണം അതിലേക്ക് ആളെ കൂട്ടാൻ. പക്ഷെ നമ്മൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ, നമ്മൾ വിളിക്കാതെ, നമ്മൾ ഒരു നോട്ടീസ് പോലും അടിക്കാതെ ജനങ്ങൾ വരുന്ന ഒരു സമയമുണ്ട്. അത് വെള്ളിയാഴ്ചത്തെ ജുമക്ക് വേണ്ടിയിട്ടാണ് ആ ജനത അവിടെ വരുന്നത്. അത് നമ്മൾ വിളിച്ചിട്ടല്ല വരുന്നത്, അത് പടച്ചതമ്പുരാൻ ആ പള്ളിയിൽ അവരെ എത്തിക്കുന്നതാണ്. അങ്ങനെ ആ വലിയ ജനതയെ നമ്മുടെ മുന്നിൽ കിട്ടിയിട്ടും അവർക്ക് വേണ്ട സംസ്കരണം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, അവർക്ക് വേണ്ട ഉത്ബോധനം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, അവിടെയാണ് ഏറ്റവും വലിയ രണ്ടാമത്തെ വീഴ്ച എന്ന് പറയുന്നത്. നമ്മൾക്ക് എന്തൊക്കെയോ വാശിയാണ്. മിമ്പർ എന്ന് പറയുന്നത് ഒരു ഉയർന്ന പ്രതലം എന്നല്ലേ അർത്ഥം വെക്കുന്നത്. അവിടെ നിന്ന്
നിന്നുകൊണ്ട് ഞാൻ അറബിയിലേ പറയുള്ളൂ എന്ന വാശിയാണ്. ഈ ജനത ഒന്നും കേൾക്കരുത്, ഈ ജനത സംസ്കരിക്കപ്പെടരുത്, ഈ ജനത ഉത്ബോധിപ്പിക്കപ്പെടരുത്. ഇത്തരത്തിലുള്ള തട്ടിപ്പ് പ്രസ്ഥാനങ്ങൾ വിളിക്കുമ്പോൾ അവിടേക്ക് ചെല്ലുന്ന രീതിയിൽ സംസ്കരണമില്ലാത്ത, ഉത്ബോധനം ലഭിക്കാത്ത ഒരു ജനതയായി ഇവർ മാറണം എന്ന ഉദ്ദേശമാണോ നിങ്ങൾക്കുള്ളത്? ഇത്രയും വലിയൊരു ജനസമൂഹത്തെ എല്ലാ വെള്ളിയാഴ്ചയും ഒരു മാസത്തിൽ 4 പ്രാവശ്യം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടും അവരെ ഉത്ബോധിപ്പിക്കാൻ, അവരെ സംസ്കരിക്കാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ തീർച്ചയായും പടച്ചതമ്പുരാൻ ഇത് ചോദ്യം ചെയ്യും കേട്ടോ. വെള്ളിയാഴ്ച നടക്കുന്ന ആ വെള്ളിയാഴ്ച നടക്കുന്ന ആ ജുമുഅ കുത്തുബയുടെ അതിൻ്റെ ആ ലക്ഷ്യം മറന്നുകൊണ്ട് എന്തൊക്കെയോ അക്ഷരവായനകൾ മാത്രം നടത്തിക്കൊണ്ട് അറബിയല്ലാത്ത ഒന്നും ഞാൻ ഉരിയാടില്ല എന്ന് പറഞ്ഞ് ആ ജനതയെ ആ വെള്ളിയാഴ്ച ഉച്ചസമയം ആ പള്ളിയിലേക്ക് വിളിച്ചു വരുത്തി അവിടെ നിന്നിരുന്ന് ഉറക്കം തൂങ്ങിച്ച്, അല്ലെങ്കിൽ അവർക്ക് യാതൊന്നും ലഭിക്കാത്ത രീതിയിൽ അവിടെ നിന്നും പുറത്തു പോകുന്ന ഒരു അവസ്ഥക്ക് മാറ്റമുണ്ടായാൽ തീർച്ചയായിട്ടും ആ ജനത സംസ്കരിക്കപ്പെടും, അവർ ഉത്ബോധിപ്പിക്കപ്പെടും. ഇത്തരത്തിലുള്ള തട്ടിപ്പ് പ്രസ്ഥാനങ്ങളിലേക്ക് ഇവർ ചെല്ലാത്ത രീതിയിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ആളുകൾ ചെല്ലാതിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇതെല്ലാം ഇല്ലാതാകുമല്ലോ. അപ്പോൾ രണ്ടാമത്തെ മാറ്റം വേണ്ടത് ഇവിടെയാണ്. നിങ്ങളുടെ ആ വാശിയൊന്ന് മാറ്റിവെച്ചുകൊണ്ട്, ആ സംഘടനാ പക്ഷപാതിത്വം ഒന്ന് മാറ്റിവെച്ചുകൊണ്ട്, ഈ ഇസ്ലാമിക സമൂഹത്തിൻ്റെ നിലവിലെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് അറബിയിൽ തന്നെ മിമ്പറിൽ നിന്ന് പറയണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞുകൊള്ളൂ. മറിച്ച് ആ വന്ന ജനതക്ക് ഒന്നും ലഭിക്കാത്ത രീതിയിൽ അവിടെ നിന്ന് പോകുന്ന അവസ്ഥ ദയവ് ചെയ്ത് ഉണ്ടാക്കല്ലേ. അവരെ ഉത്ബോധിപ്പിക്കാൻ നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന ആ വലിയ അവസരമുണ്ടല്ലോ, അതിനെ വിനിയോഗിക്കൂ എന്ന് വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇനി മൂന്നാമത്തേതാണ്, നമുക്കറിയാം നമ്മുടെ സഹോദരിമാർ, അവരവരുടെ മദ്രസ കാലഘട്ടം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു 4ാം ക്ലാസ്സോ 5ാം ക്ലാസ്സോ വരെയൊക്കെയാണ് മദ്രസയിൽ പഠിക്കുന്നത്. ആ പഠനം കഴിഞ്ഞ് അവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഈ ഉത്ബോധനം ലഭിക്കുന്നില്ലല്ലോ. ആ ഉത്ബോധനം ലഭിക്കേണ്ടതായ എല്ലാ വഴികളും നമ്മൾ അടച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഖുർആൻ തന്നെ പല ആയത്തുകളും ഇങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. എന്നിട്ട് തന്നെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, ആവർത്തിക്കപ്പെടുന്ന വചനങ്ങൾ കൊണ്ടുള്ള ഖുർആൻ എന്ന് ഖുർആനെ പരിചയപ്പെടുത്തുന്നതാണ്. കാരണം ഒരു മനുഷ്യരുടെ പ്രകൃതിയാണ് അവന് ആവർത്തിക്കപ്പെടുക എന്ന് പറയുന്നത്, അത് പുതുക്കപ്പെടുക. ഓരോ അറിവും പുതുക്കപ്പെടുമ്പോഴേ അത് നിലനിൽക്കുകയുള്ളൂ. ഒരു 5ാം ക്ലാസ്സോ 4ാം ക്ലാസ്സോ ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സഹോദരിമാരെ പുറത്തിറങ്ങി അവർക്ക് ഈ അറിവ് പുതുക്കപ്പെടുന്നില്ല എങ്കിൽ അവർ ഏത് അവസ്ഥയിലായിരിക്കും? അല്ലെങ്കിൽ ഇതുമായിട്ടൊരു കണ്ടിന്യൂ ചെയ്തു പോകാൻ അവർക്ക് സാധിക്കില്ല. അങ്ങനെ അവർ കണ്ടിന്യൂ ചെയ്തു പോകാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഒരുക്കുക എന്നതാണ് മൂന്നാമത്തേതായിട്ടുള്ളത്. അവർക്ക് നിങ്ങൾ പള്ളിയുടെ അകത്ത് കയറുന്നതിൽ എന്തോ പ്രശ്നം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ ജുമുഅ കുത്തുബ കേൾക്കുന്നതിനുള്ള അവസരം ഒന്ന് പുറത്തുണ്ടാക്കുകയും ഈ ഇസ്ലാമുമായിട്ട് ആ സഹോദരിമാർക്ക് അടുക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിക്കുകയും ചെയ്യുക. നമുക്കറിയാമല്ലോ, ഇത്തരം നേർച്ചകൾ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആറ്റക്കോയ തങ്ങളെ പോലുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് സ്ത്രീകളാണ്. കാരണം അവർ സംസ്കരിക്കപ്പെട്ടിട്ടില്ല, അവർ ഉത്ബോധിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് പ്രസ്ഥാനങ്ങളുടെ വലയിൽ സ്ത്രീകൾ ഒന്നാമതായിട്ട് ചെന്ന് ചാടുന്നത്. തീർച്ചയായിട്ടും അവരെ നമ്മൾ സംസ്കരിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇത്തരത്തിലുള്ള അവസരങ്ങളുണ്ടല്ലോ, ജുമുഅ കുത്തു പോലെയുള്ള അവസരങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിച്ച് ആ മുസ്ലിം സഹോദരിമാരെ നമുക്ക് സംസ്കരിച്ചെടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ വാശി ഒന്ന് മാറ്റിവെച്ചുകൊണ്ട്, നിങ്ങൾ എവിടെ നിന്ന് ഉംറക്കും ഹജ്ജിനൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ പള്ളികളിൽ കയറ്റുന്നതിന് നിങ്ങൾക്ക് മടിയൊന്നുമില്ല. നിങ്ങൾ അവരിൽ നിന്നും കയ്യിൽ നിന്ന് പണം വാങ്ങുന്നത് എങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പണം വാങ്ങുന്നത്? മസ്ജിദുൽ ഹറാമിലേക്കും മസ്ജിദുൽ നബവിയിലേക്കും അല്ലേ നിങ്ങൾ കൊണ്ടുപോകുന്നത്? ആ സഹോദരിമാരെ നമ്മുടെ ഈ പള്ളിയിൽ കയറ്റുന്നതിൽ എന്തോ നിങ്ങളൊരു പ്രശ്നം കാണുന്നതിൽ അവരോട് ചെയ്യുന്ന ക്രൂരതയാണ്, ഇസ്ലാമിക സമൂഹത്തോട് ചെയ്യുന്ന ക്രൂരതയാണ്. അവർക്ക് ലഭിക്കേണ്ട സംസ്കരണം ലഭിക്കുന്നതിൽ നിന്നും നിങ്ങൾ അവരെ തടയുകയാണ്. അവർക്കുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ ആ ജുമുഅ കുത്തുബ എന്ന് പറയുന്നത് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നിർവഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഇത്തരം തട്ടിപ്പ് പ്രസ്ഥാനങ്ങളുടെ വലയിൽ ഒരൊറ്റ മുജാഹിദുകാരനോ ഒരൊറ്റ ജമാഅത്തെ ഇസ്ലാമിക്കാരനോ പെടാത്തത് അവർ ഇത്തരത്തിലുള്ള സംസ്കരണം അവരുടെ അണികളിൽ നടത്തുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ വലയിൽ പെടാത്തത്. ഞാൻ ഈ പറഞ്ഞ എൻ്റെ സംസാരം ഏതെങ്കിലും സംഘടനാ പക്ഷപാതത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്നെ എതിർക്കാം. മറിച്ച് ഈ ഇസ്ലാമിക സമൂഹത്തിൻ്റെ നന്മയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് നിങ്ങൾ ശാന്തമായി ഒന്ന് ആലോചിക്കുക. അങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അത് തന്നെയാണ് എൻ്റെ വിജയം എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ സാധിക്കൂ എന്ന് മാത്രം സമസ്ത നേതൃത്വത്തോട് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.